അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലൈം സിമൻറ്റ് മോർട്ടാർ, അതായത് ലൈമും സിമൻറ്റും കൂടി നമ്മൾ ഈക്വലായിട്ട് ചേർക്കുകയാണ് നമ്മൾ മോർട്ടാറിൽ. ലൈമും സിമൻറ്റും ഒരുമിച്ച് ചേർക്കുകയാണ് നമ്മൾ. അങ്ങനെയാണ് ലൈം സിമൻറ്റ് മോർട്ടാർ. അപ്പോൾ അതിൻ്റെ റേഷ്യോ ആണ്, അത് പല റേഷ്യോയിലും നമ്മളത് ഉപയോഗിക്കും. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് കൊടുക്കുന്നതാണ് അവരിപ്പോൾ ഇവിടെ പറഞ്ഞത് 1:1:6, 1:1:8 എന്നൊക്കെ പറഞ്ഞിട്ട് കോമൺ ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് വരുന്നതാണ് വാട്ടർ പ്രൂഫ് മോർട്ടാർ എന്ന് പറഞ്ഞത്. എന്താണ്? ഒരു ഭാഗം സിമൻറ്റും 2 ഭാഗം പൂഴിയും 12 kg/m³ സാൻഡ് എന്ന നിരക്കിൽ ആലവും ചേർത്താണ് വാട്ടർ പ്രൂഫ് മോർട്ടാർ ഉണ്ടാക്കുന്നത്. ഡ്രൈ മിക്സിനോടൊപ്പം ചേർക്കുന്ന ജലത്തിൽ 0.75 എന്ന നിരക്കിൽ സോഫ്റ്റ് സോപ്പ് ചേർത്തിരിക്കും. വാട്ടർ പ്രൂഫ് മോർട്ടാർ. എന്താ പറഞ്ഞത്? ഒരു ഭാഗം സിമൻറ്റും 2 ഭാഗം പൂഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:2 അല്ലേ. 2 ഭാഗം പൂഴിയും 12 kg/m³ സാൻഡ് എന്ന നിരക്കിൽ 12 kg/m³ എന്നാണ്. അതായത് 1 ക്യൂബിക് മീറ്ററിൽ 12 കിലോ സാൻഡ് എന്ന നിരക്കിൽ ആലവും ചേർത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? വാട്ടർ പ്രൂഫ് മോർട്ടാർ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ഡ്രൈ മിക്സിനോടൊപ്പം എന്തുകൂടെ ചേർക്കുന്നു എന്നാണ് പറയുന്നത്. ഡ്രൈ മിക്സിനോടൊപ്പം നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് അതിനെ പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തുകൂടെ ചേർക്കുന്നു പറയുന്നുണ്ട്? 0.75 അതായത് 1 ലിറ്ററിന് 0.75 എന്ന കണക്കിൽ നമ്മൾ നിരക്കിൽ സോഫ്റ്റ് സോപ്പ് ചേർത്തിരിക്കുന്നു പറയുന്നുണ്ട്. അതെന്താ കണ്ടൻറ് എന്നുള്ളത് അറിയില്ല, അത് ഇംഗ്ലീഷ് നോട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മലയാളത്തിലായതുകൊണ്ട് അവരതിൻ്റെ കണ്ടൻറ് എഴുതിയിട്ടില്ല. എന്താണ് സോഫ്റ്റ് സോപ്പായിട്ട് കൊടുക്കുന്ന മെറ്റീരിയൽ എന്താണെന്നുള്ളത് ഇതിൽ എഴുതിയിട്ടില്ല. അത് ഞാൻ ഇംഗ്ലീഷ് നോട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് 4 ടൈപ്പ് സിമൻറ്റ് മോർട്ടാറുകൾ, അതായത് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്ന സിമൻറ്റ് മോർട്ടാറുകൾ. ഇപ്പോൾ ഇത് ചാപ്റ്റർ പഠിച്ചാലും ഇപ്പോൾ അതിലുള്ളത് ഇതിൽ എഴുതി വെച്ചാലും നമുക്ക് ഉത്തരം കിട്ടും കേട്ടോ. നമ്മൾ അതിലും പഠിക്കുന്നുണ്ട് മോർട്ടാറുകളെ കുറിച്ച്. ഏതൊക്കെയാണ്? സുർക്കി മോർട്ടാർ, ലൈം മോർട്ടാർ, സിമൻറ്റ് മോർട്ടാർ, ഗേജ്ഡ് മോർട്ടാർ. അപ്പോൾ ഈ ലൈമും സിമൻറ്റും കൂടി ഒരുമിച്ച് ഉപയോഗിക്കുന്ന മോർട്ടാറിനെയാണ് നമ്മൾ ഗേജ്ഡ് മോർട്ടാർ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഉത്തരം തന്നെ ഇതിൽ എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി വരുന്ന ചാപ്റ്ററൊക്കെ നമുക്ക് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് സാങ്കേതിക പദങ്ങൾ പറയുന്നുണ്ട്. ഇതൊന്നും നമുക്ക് പഠിക്കാനായിട്ട് വരുന്നില്ല, പക്ഷെ നിങ്ങളത് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. പിന്നെ അതിൽ പറയുന്നത് പ്ലാസ്റ്ററിങ്ങിൽ വരുന്ന ഡിഫക്റ്റ് പറയുന്നുണ്ട്. പ്ലാസ്റ്ററിങ്ങിൻ്റെ ഡിഫക്റ്റുകൾ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അതായത് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന പ്രതലം എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊള്ളച്ച് വരിക എന്നൊക്കെ പറയില്ല നമ്മൾ. ചിലപ്പോൾ ഈ ചൂട് കൂടുന്ന സമയത്തൊക്കെ അത്തരത്തിലുള്ള ഡിഫക്റ്റുകൾ ഉണ്ടാവാറുണ്ടല്ലേ. പ്ലാസ്റ്ററിങ് നടത്തിയ സ്ഥലം അവിടെ പൊന്തി വരാൻ, അതായത് പൊള്ളച്ച് വരുന്ന പോലെ വരും. കെട്ടിടത്തിൻ്റെ ഉൾഭാഗത്തെ ചുമരിനാണ് ഈ തകരാറ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അവിടെ തട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, അടർന്ന് നിൽക്കണ ഫീല് നമുക്ക് ഉണ്ടാവാറുണ്ട്. രണ്ടാമത് പറയുന്നത് എന്താണ്? ചെറുതോ വലുതോ ആയിട്ടുള്ള വിള്ളലുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെന്താ പറയണത്? പ്ലാസ്റ്ററിലും ഉപയോഗിച്ച ജലത്തിലും അലിഞ്ഞു ചേർന്ന ലവണങ്ങൾ ചുമർ ഉണങ്ങുമ്പോൾ പ്രതലത്തിൽ വെള്ള പൂപ്പൽ പോലെ രൂപപ്പെടും. ഇതിനെ എഫ്ലോറൻസ് എന്ന് പറയുന്നു. ഈ ഭാഗങ്ങളിൽ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് പ്രയാസമുണ്ടാകും. ഈ വാക്കൊന്ന് വെറുതെ നടിയിൽ വരച്ചിട്ടേക്കൂട്ടോ. എഫ്ലോറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിലപ്പോൾ 1 വേർഡിൽ ചോദിക്കാറുണ്ട്. അതെന്താണ്? പ്ലാസ്റ്ററിങ്ങിൽ നമ്മൾ കോൺക്രീറ്റും മോർട്ടാറും ഒക്കെ പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു, അതിലുപയോഗിക്കുന്ന വെള്ളത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. വെള്ളം ആൽക്കലിയും അസിഡിറ്റിയും ഒന്നും ഇല്ലാത്ത ടൈപ്പ് വെള്ളം വേണം നമ്മൾ ഉപയോഗിക്കാൻ. അതായത് കുടിവെള്ളത്തിന് എത്രമാത്രം ശുദ്ധതയുണ്ടോ അതുപോലുള്ള വെള്ളം വേണം നമ്മൾ ഈ വർക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ, ലവണാംശം ഉണ്ടെങ്കിൽ, ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ അത് പൂപ്പലായിട്ട് എന്ത് ചെയ്യുന്നു? അത് പുറത്തേക്ക് വരികയും നമുക്കത് എന്താ പറയുക, അവിടെ ഡിഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇതിനെ പറയുന്നത്, ഇങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു പൂപ്പലിനെ പറയുന്നത് എഫ്ലോറൻസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിയിലൊന്ന് വരച്ചിട്ടേക്ക്, ഈ വാക്ക് നമുക്ക് ആവശ്യം വരുന്നതാണ് കേട്ടോ. എഫ്ലോറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് വേണം. പേജ് നമ്പർ ഏതാ? പേജ് നമ്പർ ഇതിലില്ല. പ്ലാസ്റ്ററിങ്ങിൻ്റെ ലാസ്റ്റത്തെ പേജിലേക്കാണ് വരണേന്ന് തോന്നുന്നത്.
ഞാൻ അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം ഫോട്ടോ എടുത്തിട്ടതാ. അത് മറച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പ്ലെയിൻ എക്സ്പ്ലാൻറ്റഡ് മെറ്റൽ ലെയ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിഫെക്ട്സ് ഇൻ പ്ലാസ്റ്ററിങ് 220 കഴിഞ്ഞിട്ടുള്ള പേജായിരിക്കും. ഓക്കെ ഓക്കെ കണ്ടോ? ഇരുന്നൂറ്റി കഴിഞ്ഞിട്ട് ഒന്ന് മറച്ച് നോക്കിയാൽ അതിൻ്റെ 21, 22, 23 അതിൽ ഏതെങ്കിലും ഒന്നാവും. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് പറയണത്? അപ്പോൾ ഈ എഫ്ലോറൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. തുടർച്ചയായിട്ട് വരുന്ന കോട്ടുകൾ തമ്മിൽ ശരിയായി ഒട്ടിച്ചേർന്നില്ലെങ്കിൽ പ്ലാസ്റ്റർ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇളകി വരും. ഇങ്ങനെ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത്. അതും ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. എന്താണ് ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത്? അതായത് തുടർച്ചയായിട്ട് നമ്മളിപ്പോൾ 2 കോട്ടൊക്കെ അടിക്കില്ലേ, ആ 2 കോട്ടൊക്കെ അടിക്കുന്ന സമയത്ത് അത് ശരിയായിട്ട് അതിൽ നിന്നില്ലെങ്കിൽ അത് ഉണങ്ങുമ്പോൾ അത് പീസായിട്ട് അത് പൊളിഞ്ഞു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്ലേക്കിംഗ് എന്ന്. അപ്പോൾ എഫ്ലോറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് രണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ വരച്ചിട്ടേക്കാം കേട്ടോ. പിന്നെന്താ? കോട്ടുകൾ തമ്മിൽ ഒട്ടിച്ചേരാതെ പ്ലാസ്റ്റർ പാച്ച് രൂപത്തിൽ ഇളകി വരാറുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നതിനെയാണ് പീലിംഗ് എന്ന് പറയുന്നത്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, എന്താണ് പീലിംഗ് എന്നുള്ളത്. അപ്പോൾ എഫ്ലോറൻസ്, അതുപോലെ തന്നെ ഫ്ലേക്കിങ്, അതുപോലെ തന്നെ പീലിംഗ്. എന്താണ് പ്ലീനിങ്? അതായത് കോട്ടുകൾ തമ്മിൽ ചേരാതെ പ്ലാസ്റ്റർ പാച്ച് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ അടർന്ന് വീഴില്ലേ, അങ്ങനെയാണ് പറയുന്നത്. തന്നെ പീലിംഗ് എന്നാണ് പറയുന്നത്. പീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ചെത്തിയെടുക്കുക എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെ വരുന്നതാണ്. അടുത്ത എന്താണ്? സെറ്റാകുമ്പോൾ വികസിച്ച് വരുന്ന വസ്തുക്കൾ പ്ലാസ്റ്റർ മിക്സറിൽ കലർന്നിട്ടുണ്ടെങ്കിൽ പ്രതലത്തിൽ കോണിക്കൽ രൂപത്തിലുള്ള ദ്വാരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഇങ്ങനെ സംഭവിക്കുന്നതിനെയാണ് പോപ്പിംഗ് എന്ന് പറയുന്നത്. അതും നോട്ട് ചെയ്ത് വെച്ചേക്കൂ കേട്ടോ. എന്താണ് പോപ്പിംഗ് എന്ന് പറയുന്നത്? എന്തെങ്കിലും നമ്മളതാ പറഞ്ഞ കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽസുകൾ, നമ്മൾ നല്ല വൃത്തിയായിട്ടുള്ള മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ അതിനുണ്ടാകുന്ന ഡിഫക്റ്റുകൾ നമ്മുടെ നമ്മൾ ചെയ്ത വർക്കിനെ നമുക്ക് നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും എന്താ പറയുക, സെറ്റാകുമ്പോൾ വികസിച്ച് വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള മിക്സ്ചറുകൾ നമ്മളതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ വികസിച്ച് വരുന്നത് പ്രതലത്തിൽ കോണിക്കൽ രൂപത്തിലുള്ള ദ്വാരങ്ങൾ പോലെ ഉണ്ടാവും. ഈ പ്ലാസ്റ്ററിൻ്റെ തേച്ച് വെച്ചതിൻ്റെ അവിടുത്തെ കുറച്ച് ചെറിയ ഹോൾസ് പോലെ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇങ്ങനെ സംഭവിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പോപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? മെറ്റൽ ലാത്ത് വെച്ച് പ്ലാസ്റ്ററിങ് ചെയ്താൽ പ്രതലത്തിൽ ചിലപ്പോൾ തുരുമ്പിൻ്റെ കറ കാണാമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മെറ്റൽ ലാത്ത് വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ ഉണ്ടാവും, തുരുമ്പിൻ്റെ കറ പോലെ നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ ഈർപ്പമുള്ള ഭാഗങ്ങളിൽ പ്ലാസ്റ്റർ മൃദുലമാകാനായിട്ട് ഇടയുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ പെട്ടെന്ന് അത് പൊടിഞ്ഞു പോരാനുള്ള സാധ്യതകൾ, വെള്ളം എപ്പോഴും കെട്ടി നിന്ന് കഴിഞ്ഞാൽ ആ സിമെൻറ്റിൻ്റെ ആ ഒരു ബൈൻഡിങ് കപ്പാസിറ്റി അങ്ങോട്ട് പോകും. പിന്നെ അതിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കേടായിട്ട് പോരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ശ്രദ്ധയോടെ തേപ്പ് നടത്തിയില്ലെങ്കിൽ പ്രതലം അവിടെ ഇവിടെ പൊന്തിയും താണും ഇരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ലെവൽ കറക്റ്റായിട്ട് തന്നെ അല്ലേ, ഈ ലെവൽ പ്ലാസ്റ്ററിങ്ങിൻ്റെ ലെവൽ കൃത്യമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ലെവൽ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫക്റ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു എത്ര എണ്ണം പറയുന്നുണ്ട്? 9 എണ്ണത്തോളം പറയുന്നുണ്ട്. ഒരു 4-5 എണ്ണമെങ്കിലും നിങ്ങളതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലേ ഇതൊക്കെ, ഇതൊന്നും ഇപ്പോൾ കാണാണ്ടിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. എന്നാലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ ഇതിൽ പറയുന്നുണ്ട്, ഇത് നമ്മൾ ഉപയോഗിക്കുന്ന എന്താ പറയുക, പ്ലാസ്റ്റിക്കിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ കുറച്ച് പേരുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തിട്ടുള്ളത്. നിങ്ങളതൊക്കെ ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാസ്റ്ററിങ്ങിൽ മെയിനായിട്ട് വരുന്നത് പ്ലാസ്റ്ററിങ് എന്താണ്, പിന്നെ നമ്മൾ എന്താ പറഞ്ഞു പ്ലാസ്റ്ററിങ് എത്ര മോർട്ടാറുകളുണ്ട് പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്നത്, പ്ലാസ്റ്ററിങ്ങിൻ്റെ പർപ്പസ് എന്താണ്, അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ്, അതായത് ഡിഫക്റ്റുകൾ, എന്തൊക്കെ ഡിഫക്റ്റുകളാണ് നമുക്ക് പ്ലാസ്റ്ററിങ്ങിൽ ഉണ്ടാവുക എന്നുള്ളത്. ഇങ്ങനെ ഒരു 3-4 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇതിൽ വായിച്ചത്. ഇനി നമുക്ക് അടുത്തത് ഇത്രയാണ് നമുക്ക് പ്ലാസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട്. ബാക്കി നിങ്ങൾ മോർട്ടാറിൻ്റെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണത് വരുന്നതെന്നുള്ളത്. അടുത്താണ് പോയിൻറ്റിങ് ആണ് പറയുന്നത്. അപ്പോൾ പ്ലാസ്റ്ററിങ്ങും പോയിൻറ്റിങ്ങും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ പ്ലാസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചുമരുകളൊക്കെ നമ്മൾ തേച്ച് വൃത്തിയാക്കി മിനുസപ്പെടുത്തി നല്ല ആകർഷകമുള്ളതാക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് കിട്ടാനും അതുപോലെ തന്നെ വോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് എന്താവശ്യമാണ്? പ്ലാസ്റ്ററിങ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ് അപ്പോൾ പോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. എന്താണ്
ഏത് തരം മേസണറിയിലെയും മോട്ടാർ ജോയിൻറ്റുകൾ ഫിനിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ പോയിൻറ്റിങ് എന്ന് പറയുന്നത്? മോട്ടാർ ജോയിൻറ്റുകളെ ഫിനിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിൻറ്റിങ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ RR മെഷീനറി, അതായത് ബേസ്മെൻറ്റ് വർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ബ്രിക്ക് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ വാളായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് അത് ജോയിൻറ്റുകൾ, അതിൻ്റെ ജോയിൻസുകളുണ്ടല്ലോ, ബെഡ് ജോയിൻറ്റുകളുണ്ടല്ലോ, വെർട്ടിക്കൽ ജോയിൻസുകളും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ജോയിൻസുകളും ഉണ്ടല്ലോ. ഈ ഒരു മേസണറി എന്ന് പറയുമ്പോൾ നമുക്കതിൽ വെർട്ടിക്കൽ ജോയിൻസ് ഉണ്ട്, ഹൊറിസോണ്ടൽ ജോയിൻസ് ഉണ്ട്. അപ്പോൾ ഈ ജോയിൻസുകളെ നമ്മളിങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക അല്ലേ. പിന്നെ നമ്മൾ ആ ജോയിൻസുകളെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? മോട്ടാർ തേച്ചിട്ട് നമ്മളതിനെ അത് പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ജോയിൻസിനെ. അതിൽ നമ്മൾ മോട്ടാർ തേക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പോയിൻറ്റിങ് എന്ന് നമ്മൾ പറയുന്നത്. ജോയിൻറ്റുകൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോട്ടാർ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിൻറ്റിങ് എന്ന് നമ്മൾ പറയുന്നത്. ജോയിൻറ്റുകൾ 10 മില്ലിമീറ്റർ വീതിയും 20 മില്ലിമീറ്റർ വരെ ചുരണ്ടിയെടുത്ത് ശേഷം ഗുണം കൂടിയ മോട്ടാർ ആവശ്യമുള്ള രൂപത്തിൽ നിറച്ചിട്ടാണ് നമ്മൾ പോയിൻറ്റിങ് നമ്മൾ ചെയ്യുന്നത്. ആ ഗ്യാപ്പിൽ, ആ ജോയിൻറ്റുകളിൽ നമ്മൾ ചെയ്യുന്നത്. പോയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന മോട്ടാറിൻ്റെ റേഷ്യോ താഴെ പറയുന്നതെന്നാണ് പറയുന്നത്. അതായത് പോയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഓരോ മോട്ടാർ, ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്ന മോട്ടാറിന് തന്നെ നമുക്ക് പല റേഷ്യോകളുണ്ട്. ഇപ്പോൾ ഔട്ടർ വാളാണെങ്കിൽ ഒരു റേഷ്യോ, അതുപോലെ തന്നെ ഇന്നർ വാളാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അണ്ടർ സീലിംഗ് വരുമ്പോൾ, പില്ലറുകൾ വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോ റേഷ്യോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പോയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് ലൈം മോട്ടാർ 1, അതുപോലെ തന്നെ ഒരു ലൈമ്, അതുപോലെ തന്നെ 2 അതായത് 1:2 ആണ് പറയുന്നത്. അതായത് 1:2, അതായത് ഒന്നിൽ ഒരു ചട്ടി ലൈമും 2 ചട്ടി മണലും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതായത് കുറച്ച് റിച്ച് ആയിട്ടാണ് നമ്മൾ ചെയ്യണത്, ലൂസായിട്ടല്ല. സിമെൻറ്റിൻ്റെയും ഇതിൻ്റെ റേഷ്യോ കണ്ട, ഒരു ചട്ടി സിമെൻറ്റിന് 2 ചട്ടി മണൽ എന്നുള്ള കണക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോയിൻറ്റിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി സ്ട്രെങ്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെന്താണ് പോയിൻറ്റിങ് ചെയ്യുന്ന വിധമാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം പോയിൻറ്റിങ് എങ്ങനെ ചെയ്യുക. പ്രതലം വൃത്തിയാക്കി ജോയിൻറ്റുകൾ നനച്ച ശേഷം ചെറിയ ട്രവൽ ഉപയോഗിച്ചിട്ട് മോട്ടാർ ആവശ്യമുള്ള രൂപത്തിൽ നിറയ്ക്കുക. പെയിൻറ്റ് ചെയ്ത ഭാഗം സെറ്റ് ആവാനായിട്ട് ഒരാഴ്ച അനുവദിക്കുക എന്നാണ് പറയുന്നത്. അതായത് പോയിൻറ്റിങ് നടത്തിയിട്ടുള്ള ഭാഗം സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരാഴ്ച സമയം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് അവിടെ വൃത്തിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ജോയിൻറ്റുകളിലൊക്കെ, അതായത് ഇങ്ങനെ യൂണിഫോം അല്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ ചുരണ്ടി എടുത്തിട്ട് യൂണിഫോം ആക്കിയിട്ട് അത് പല രീതിയിൽ കൊടുക്കാം. ആ രീതികൾ ഏതാണെന്നുള്ളത് നമ്മളോട് താഴെ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് കൊടുക്കണമെന്നുള്ളത്. ഫിനിഷിങ്, അതായത് ഇതിൻ്റെ ഫിനിഷിംഗ് ആണെന്ന് പറഞ്ഞല്ലോ നമ്മൾ. ആ ഫിനിഷിങ് ഏതൊക്കെ മോഡലിൽ നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് ജസ്റ്റ് ഒരു പിക്ചറും കൂടിയിട്ടാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് പറയുന്നത് ഫ്ലഷ് പോയിൻ്റ് അല്ലേ. ചുരണ്ടിയ ജോയിൻറ്റിലെ മോട്ടോർ അമർത്തി നിറച്ച് മേസണറി യൂണിറ്റുകൾ തുല്യമാക്കുക. ട്രവൽ ഉപയോഗിച്ച് വക്കുകൾ ചെത്തിയെടുത്ത് ലെവൽ ചെയ്യുക. ഈട് നിൽക്കുന്നതും പൊടി നിറയാത്തതുമായ ഈ രീതി കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. മോട്ടാർ ജോയിൻസുകൾ എങ്ങനെയാണ് മോട്ടാർ ജോയിൻസുകൾ ഉപയോഗിക്കുന്നത്? പോയിൻറ്റിങ് നടത്തുന്നത്. ആ ഗ്രൂവാണ് കാണിച്ചിട്ടുള്ളത്. ആ ഗ്രൂവിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മോട്ടാർ നിറയ്ക്കുന്നതെന്ന് പറഞ്ഞു. ജോയിൻ്റ് അമർത്തി നിറച്ചിട്ട് മേസണറി യൂണിറ്റുകൾക്ക് തുല്യമാക്കുക. അതായത് ആ ബ്രിക്കിനോടൊപ്പം തന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ ചെയ്യുന്ന വർക്ക് അല്ലേ, അതാണ് ഫ്ലഷ് പോയിൻ്റ് എന്ന് പറയുന്നത്, പോയിൻറ്റിങ് എന്ന് പറയുന്നത്. ട്രവൽ ഉപയോഗിച്ചിട്ട് വക്കുകൾ ചെത്തിയെടുത്ത് ലെവൽ ചെയ്യുക. ഈട് നിൽക്കുന്നതും പൊടി നിറയാത്തതുമായതിനാൽ ഈ രീതി കൂടുതലായിട്ട്, ഈ രീതി ഫ്ലഷ് പോയിൻറ്റിങ് ആണ് നമ്മൾ സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുന്നത്. അടുത്തത് എന്താണ് പറയുന്നത്? റെസസ്ഡ് പോയിൻറ്റിങ് എന്നാണ് പറയുന്നത്. റെസസ്ഡ് പോയിൻറ്റിങ് എന്താണ്? ജോയിൻറ്റുകളുടെ ഉള്ളിലേക്ക് മോട്ടാർ 5 മില്ലിമീറ്ററോ അതിലധികമോ തള്ളിക്കയറ്റി വിലങ്ങനെ ലെവൽ ചെയ്യുന്ന രീതിയാണിത്. പോയിൻറ്റിങ് ചെയ്തിരിക്കുന്ന രീതി, അതായത് അതിൻ്റെ ഉള്ളിലേക്ക് മോട്ടർ 5 മില്ലിമീറ്ററോ അതിലധികമോ നമ്മളതിനെ തള്ളിക്കയറ്റി അവിടെ കുറച്ച് സ്പേസ് വരും. അങ്ങനെ വിലങ്ങനെ ചെയ്യുന്ന ഇത്തരം രീതിയാണ് നമ്മളെന്ത് പറയുന്നത്? റെസസ്ഡ് പോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അപ്പോൾ ചിത്രമാണ്, ഉള്ളിലത്തെയാണ് കേട്ടോ മോട്ടാർ. ആ കുത്ത് കാണിച്ചിട്ടുള്ളതാണ് എന്ത് പറയുന്നത്? മോട്ടാർ. അപ്പുറത്തും ഇപ്പുറത്തും 2 ബ്രിക്കുകളാണ്. ആ ബ്രിക്കിനിടയിൽ വരുന്ന മോട്ടാർ ജോയിൻറ്റുകളാണ് നമ്മളോട് കാണിച്ചിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ചിത്രത്തിൽ റെസസ്ഡ് പോയിന്റുകൾ കണ്ടിട്ട് ഓൾഡ് മോർട്ടാർ, അതായത് ഇത് മോർട്ടാറാണ്. ആ മോർട്ടാറിനെ അപ്പോൾ 2 ബ്രിക്കിന് ഇടയിൽ വരുന്ന ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് ചുരണ്ടി എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് വീണ്ടും ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് മോർട്ടാറിന്. പക്ഷേ കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതാണ് റെസസ്ഡ് പോയിന്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്, പോയിന്റിങ്ങിൻ്റെ ചിത്രമാണ്. ആ കുത്തുകുത്തിട്ടുള്ളതാണ് പോയിന്റിങ് എന്ന് പറയുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ലൈൻസ് പോലെ വരച്ചിരിക്കുന്നത് നമ്മുടെ ബ്രിക്ക് മേസണറിയുടെ സിമ്പിളാണ്. രണ്ടാമത്തത് എന്താണ് പറയുന്നത്, റബ്ബഡ് കീഡ് അല്ലെങ്കിൽ ഗ്രൂവ്ഡ് പെയിൻറ്റിങ്. ഗ്രൂവ്ഡ് പെയിൻറ്റിങ് എന്ന് നോക്കിയാൽ ഈ മോട്ടാർ ജോയിൻസിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ഗ്രൂവ് കൊടുക്കും. ഇതാണ് നമ്മുടെ ജോയിൻസ്. ആ കുത്തുകുത്ത് കാണുന്നതാണ് നമ്മുടെ മോട്ടാറിൻ്റെ ജോയിൻസ്. ഇതിൻ്റെ അകത്ത് ഇതുപോലെ പുറത്തേക്ക് ഇതുപോലെ ഒരു ഗ്രൂവ്, എന്തെങ്കിലും ഡിസൈൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഗ്രൂവ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൂവ്ഡ് പോയിൻറ്റിങ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, ബെഡഡ് പോയിൻറ്റിങ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ. ഇത് ചോദിച്ചിട്ടുണ്ട് 1-2 വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ബെഡഡ് പോയിൻറ്റിങ്, അതായത് ഇതിൻ്റെ കോൺകേവ് രൂപത്തിലുള്ള സ്റ്റീൽ അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ട് രൂപപ്പെടുത്തുന്ന പോയിൻറ്റിങ് കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതാണെങ്കിലും എളുപ്പത്തിൽ തകരാറ് സംഭവിക്കും. അതായത് പുറത്തേക്ക് ഇങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. അതായത് നമ്മുടെ ബെഡ് ജോയിൻറ്റിൽ നിന്ന്, അതായത് നമ്മൾ 2 ഇഷ്ടിക വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മോട്ടാർ ഇടില്ലേ, ആ മോട്ടാർ ഇടുന്ന ഭാഗമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയുന്നത് ബെഡഡ് പോയിൻറ്റിങ് എന്ന് നമ്മൾ പറയുന്നത്. ഉള്ളിലേക്ക് ഗ്രൂവ് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ഗ്രൂവ്ഡ് പോയിൻറ്റിങ് എന്ന് പറയും. പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ബെഡഡ് പോയിൻറ്റിങ് എന്ന് പറയും. പിന്നെ സ്ട്രക്ക് പോയിൻറ്റിങ് ഉണ്ട്. ഫ്ലഷ് പോയിൻറ്റ് ചെയ്ത ശേഷം മുൻഭാഗം ചെരിച്ച് ഇരിക്കുക. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഭാഗം കണ്ടോ, പോയിൻറ്റിങ് ചെയ്തിരിക്കുന്ന ഭാഗം ചെരിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു, സ്ട്രക്ക് പോയിൻറ്റിങ് എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്തത് എന്താണ്, ടക്ക് പോയിൻറ്റിങ്. അതായത് ഇതിൻ്റെ ഫ്ലഷ് പോയിൻറ്റിങ് ചെയ്ത ശേഷം മധ്യത്തിൽ 5 മില്ലിമീറ്റർ വീതിയിൽ 3 മീറ്റർ ആഴമുള്ള ഗ്രൂവ് ഉണ്ടാക്കി അതിൽ വെള്ള സിമൻറ്റ് പുട്ടി 3 മില്ലിമീറ്റർ പുറത്ത് തള്ളി നിൽക്കുന്ന തരത്തിൽ ഉറപ്പിക്കുകയാണ്. അതായത് ആദ്യം ഇതിൻ്റെ അകത്ത് ഒരു ഗ്രൂവ് ഉണ്ടാക്കുന്നു, എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് സിമൻറ്റ് പുട്ടി ഇട്ട് 3 മില്ലിമീറ്റർ പുറത്തേക്ക് തള്ളി അത് ഉറപ്പിച്ച് നിർത്തുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിലാണ് ടക്ക് പോയിൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ക് പോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഗ്രൂവ് ചെരിച്ച് കൊടുക്കുന്നു. ടക്ക് പോയിൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു ടക്ക് പോലൊരു സംഭവം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. അടുത്താണ് വി പോയിൻറ്റിങ്. കണ്ട ഷേപ്പ് കണ്ട, ഈ മോട്ടാറിൻ്റെ ഈ ഭാഗം ഇങ്ങനെ വി പോയിൻറ്റിലാണ് നമ്മൾ എൻഡ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, വി പോയിൻറ്റിങ് എന്ന് പറയുന്നു. അടുത്താണ് വെതേർഡ് പോയിൻറ്റിങ്. പോയിൻറ്റിങ് ചെയ്ത ശേഷം മധ്യത്തിൽ വി രൂപത്തിലുള്ള തള്ളി ഭാഗം ഉണ്ടാക്കി വെക്കുക. അതായത് പോയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വി പോലെയാണ് വരുന്നത്. ഇപ്പോൾ ഉള്ളിലേക്കല്ല വി പോയിൻറ്റിങ്, ഉള്ളിലേക്കാണ്. ഇത് വി പോയിൻറ്റിങ് എവിടേക്കാണ്, പുറത്തേക്കാണ് വരുന്നത്. അതാണ് വി പോയിൻറ്റിങ് ഉള്ളിലേക്കാണെങ്കിൽ അത് വി പോയിൻറ്റിങ് തന്നെ, വി പോയിൻറ്റിങ് പുറത്തേക്കാണ് വരുന്നതെങ്കിൽ അത് വെതേർഡ് പോയിൻറ്റിങ് എന്നാണ് പറയുന്നത്. ഇതാണ് പോയിൻറ്റിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ പോയിൻറ്റിങ് എന്താണ്, അതുപോലെ തന്നെ പോയിൻറ്റിൻ്റെ ഏതൊക്കെ ടൈപ്പ് പോയിൻറ്റിങ് ഉണ്ട്, ഈ 2 ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ എന്താണ് പോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത്, അതായത് നമ്മുടെ ജോയിൻറ്റുകളൊക്കെ ഏത് തരം മേസണറി ആയാലും മോട്ടാർ ജോയിൻറ്റുകൾ ഫിനിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിൻറ്റിങ് എന്ന് നമ്മൾ പറയുന്നത്. അത് എത്ര ടൈപ്പ് പോയിൻറ്റുകളുണ്ട്, നമുക്ക് 4 ടൈപ്പ് പോയിൻറ്റുകൾ നമുക്കുണ്ട്. ഫ്ലഷ് പോയിൻറ്റ്, അതുപോലെ തന്നെ റെസസ്ഡ് പോയിൻറ്റ്, അതുപോലെ തന്നെ ഗ്രൂവ്ഡ് പോയിൻറ്റ്, അതുപോലെ തന്നെ ബെഡഡ് പോയിൻറ്റ്, അതുപോലെ തന്നെ സ്ട്രക്ക് പോയിൻറ്റ്, അതുപോലെ ട്രക്ക് പെയിൻറ്റിങ് പോയിൻറ്റിങ്, ടക്ക് പോയിൻറ്റിങ്, അതുപോലെ വി പെയിൻറ്റിങ്, വെതേർഡ് പെയിൻറ്റിങ്. ഇങ്ങനെ ഒരു 8 തരത്തിലുണ്ട്. ഇതിലൊരു 5 എണ്ണമെങ്കിലും നിങ്ങളിത് പഠിച്ചു വെച്ചാൽ ഇതിൻ്റെ സെൻറ്റൻസുകളൊക്കെ കണ്ടില്ലേ, വളരെ ഒറ്റ ലൈനൊക്കെ ഉള്ളൂ. പക്ഷേ ഈ ചിത്രം കൂടി അതിൻ്റെ അകത്ത് നിങ്ങൾ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ചിത്രം നിങ്ങളതിൽ വരച്ച് വയ്ക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിലും പോയിൻറ്റിങ്ങിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പ്ലാസ്റ്ററിങ്ങിൽ എന്ന് പറയുമ്പോൾ അതിൽ മോട്ടാറിനെ കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചത്. പിന്നെ പ്ലാസ്റ്ററിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിഫക്റ്റ് എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാതിരുന്ന് പഠിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഈ നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ.